ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അവിയുടെ അംഗനവാടിയിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ ആയപ്പോഴാണ് കേട്ടോ ഓടിയെത്തിയത്. കാരണം അന്നേരം ഒരു മഴ പെയ്തുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും കൊടിയുയർത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ എത്തി. അപ്പോൾ ഞങ്ങളുടെ വാർഡ് മെമ്പറാണ് കേട്ടോ കൊടിയുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അംഗനവാടിയിലെ ടീച്ചർ, ഹെൽപ്പർ, പാരൻസ്, തൊഴിലുറപ്പിലെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം ടീച്ചർ എല്ലാവർക്കും മിഠായിയും ലഡുവൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ അംഗനവാടിയിൽ ഹെൽപ്പറായിട്ടുള്ള ഞങ്ങളുടെ അമ്പിച്ചേച്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പിച്ചേച്ചി ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാൻ നിന്നേ. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും ആ പാട്ടൊന്ന് കേൾക്കാവേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അംഗനവാടിയിൽ നിന്ന് പോകുന്നത്. ഞങ്ങൾക്കൊരു വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥലത്ത് എല്ലാവരും കൂടെയൊക്കെ ആയിട്ട്. അത് തേവര ഡോൾഫിൻ ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. ആദ്യം കുറച്ച് പ്രസംഗമൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഇവന്മാർ കേട്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവന്മാർക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇവന്മാരെ കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കേട്ടോ. അവന്മാരവിടെ ഓടി നടന്ന് കളിയൊക്കെ ആയിരുന്നു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ജിനേട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഒക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവരുടെയും കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാൻ തുടങ്ങി. നല്ല കാറ്റാണ്, അവിടെ ഇരിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ നല്ല ഏരിയ ഉണ്ട്, കുറേ ഏരിയ ഉള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പിന്നെ വലിയവരും ഉണ്ടായിരുന്നു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത പ്രോഗ്രാമായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ്റെ മോളാണ് കേട്ടോ, ദിയ എന്നാണ്. അവൾ നല്ലൊരു സ്പീച്ച് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദ്യം ഒരു പാട്ട് പാടി കേട്ടോ. ആദ്യം കയറാനൊക്കെ ഇത്തിരി മടിയായിരുന്നു. പിന്നെ എല്ലാവരും കയറി പാടണതൊക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കൊരു ആഗ്രഹം. അപ്പോൾ പിന്നെ അവനും കയറി ഒരു പാട്ടൊക്കെ പാടി അവസാനം സമ്മാനമൊക്കെ കിട്ടിയേട്ടോ അവന്. അപ്പോൾ പിന്നെ ഫുഡ് കൗണ്ടർ ഓപ്പൺ ആയിട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ പോയി. ചിക്കൻ, മീൻ, ബീഫ്, വെജുകാർക്ക് വേറെ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓരോ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ ആദ്യം കസേര കളിയായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് സുന്ദരിക്ക് പൊട്ടുതൊടൽ കുട്ടികൾക്കുണ്ടായിരുന്നു, പിന്നെ ലേഡീസിനൊക്കെ ആയിട്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. എല്ലാവരും ചിരിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ടീ ടൈം ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുമൊക്കെ ഓരോരുത്തരായിട്ടൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളും പതിയെ ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.